തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നോ അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ചില നേരത്ത് കോൺഗ്രസുകാരുടെ സ്വഭാവമാണെങ്കിൽ ചില നേരത്ത് മോദിയുടെ സ്വഭാവമാണ് തരൂരിനുള്ളത്. ഉപരാഷ്ട്രപതി രാജിവെച്ചപ്പോൾ മോദിയും കൂട്ടരും ചേർന്ന് തരൂരിന് ആ പട്ടം നൽകുമെന്ന് മനക്കോട്ട കെട്ടിയെങ്കിലും മനസ്സിൽ വിചാരിച്ചൊന്നും നടക്കില്ല എന്ന് ബോധ്യമായപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ് തരൂർ. ഇപ്പോഴിതാ പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് തരൂർ കോൺഗ്രസിന് വീണ്ടും വെല്ലുവിളിയായ നിമിഷത്തിൽ വിശദീകരണവുമായി എത്തുകയാണ് തരൂർ. ഭരണഘടനാ ഭേദഗതി ബില്ലിനെ പിന്തുണച്ചതിൽ വിശദീകരണവുമായിട്ട് എത്തുമ്പോൾ തരൂർ പറയുന്നത് ഞാൻ അതിനെ പിന്തുണച്ചിട്ടില്ല എന്ന്. താൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് എന്നാണ് തരൂരിന്റെ വിശദീകരണം. ബില്ലിലെ വ്യവസ്ഥകളോട് എതിർപ്പുണ്ട് എന്നും അയോഗ്യരാക്കാൻ കുറ്റം തെളിയിക്കണമെന്നും തരൂർ പറഞ്ഞു വെച്ചു. എന്നാൽ ഇന്നലെ തരൂർ പറഞ്ഞത് ഇതൊന്നുമായിരുന്നില്ല. ബില്ലിനെ പിന്തുണയ്ക്കുന്നു എന്നാണ്. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വരുന്ന മന്ത്രിമാർക്ക് 1 മാസത്തിനകം സ്ഥാനം നഷ്ടപ്പെടുന്ന നിർണായക ഭരണഘടനാ ഭേദഗതിക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ബില്ലിന് അനുകൂല നിലപാടാണ് തരൂർ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചതുൾപ്പെടെയുള്ള പ്രസ്താവനകൾക്ക് ശേഷം കോൺഗ്രസിൽ നിന്നും നീരസം നേരിടുന്നതിനിടയിലാണ് വീണ്ടും പാർട്ടി നിലപാടിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായം ശശി തരൂർ പങ്കുവച്ചത്. എന്നാൽ ഇന്ന് നേരം ഇരുട്ടി വെളുത്തപ്പോൾ തരൂർ പ്ലേറ്റ് മാറ്റി. ഇതിനു മുൻപ് തരൂർ ഇതുപോലെ പ്ലേറ്റ് മാറ്റിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ട്രംപിന്റെ ഡെത്ത് എക്കോണമി പരാമർശത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പിന്തുണച്ചപ്പോൾ വിമർശനവുമായി വന്ന അതേ തരൂർ പിന്നീട് ഒരു ഒഴുക്കൻ മറുപടിയുമായി എത്തിയിരുന്നു. പിന്നാലെ പാർലമെന്റിന് മുന്നിൽ മോദി സർക്കാരിനെതിരെ ഷെയിം വിളിയുമായിട്ടും തരൂർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൈകൾ ഉയർത്തി ഷെയിം മോദി സർക്കാർ എന്നായിരുന്നു തരൂർ വിളിച്ചത്. കഴിഞ്ഞ ദിവസം വരെ മോദിക്കെതിരെ പറയാൻ മടിച്ച അതേ തരൂരാണ് ഷെയിം മുദ്രാവാക്യവുമായി എത്തിയത്. അന്ന് ആ വിഷയം വാർത്തകൾ ഇടം പിടിച്ചിരുന്നു. 30 ദിവസം ജയിലിൽ കിടന്നാൽ നിങ്ങൾക്ക് മന്ത്രിയായി തുടരുവാൻ കഴിയുമോ എന്നായിരുന്നു ശശി തരൂർ നേരത്തെ ചോദിച്ചത്. അതൊരു സാമാന്യ യുക്തിയാണെന്നും തരൂർ പറഞ്ഞു വെച്ചിരുന്നു. അതിൽ തെറ്റൊന്നും കാണാൻ കഴിയുന്നില്ല എന്നും ശശി തരൂർ പ്രതികരിച്ചിരുന്നു. ബില്ലിനെതിരെ പ്രതിപക്ഷത്തിൽ നിന്നും വിമർശനം ശക്തമാകുന്നതിനിടയിലാണ് ശശി തരൂരിന്റെ എതിർ ശബ്ദം വന്നത്. 5 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കേസിൽ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാരോ അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കിടന്നാൽ 31ാം ദിവസം മന്ത്രിസ്ഥാനം നഷ്ടമാകും. സ്വയം രാജിവെച്ചില്ലെങ്കിൽ പ്രസിഡന്റിനോ ഗവർണർക്കോ ലഫ്റ്റനന്റ് ഗവർണർക്കോ മന്ത്രിമാരെ പുറത്താക്കാം എന്നതാണ് ബില്ല്. ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഇത് നടപ്പാക്കാനാകൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ബില്ലുകളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ ഇന്നലെ അവതരിപ്പിച്ചത്. ബില്ലിനെ രൂക്ഷമായി എതിർത്തുകൊണ്ട് പ്രതിപക്ഷം രംഗത്തേക്കെത്തി. അംഗങ്ങൾക്ക് വിതരണം ചെയ്യാതെയാണ് ബില്ല് കൊണ്ടുവന്നത് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചു. ബില്ലിനെ എതിർക്കുന്നതായിട്ട് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ സഭയിൽ വ്യക്തമാക്കി. പാർലമെന്ററി ജനാധിപത്യ സംവിധാനം തകിടം മറിയുന്നു എന്ന ബില്ലാണിതെന്നും കോൺഗ്രസ് പാർട്ടി എംപിമാർ പ്രതികരിച്ചു. ശിക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരാളെ ശിക്ഷിക്കാൻ എങ്ങനെ കഴിയുമെന്നും കോൺഗ്രസ് ചോദിച്ചിരുന്നു. സംസ്ഥാനങ്ങൾക്ക് മേൽ രാഷ്ട്രീയ ഇടപെടലുകൾ വഴി ഉണ്ടാക്കുന്ന ബില്ലാണിതെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരണത്തിനിടെ ലോക്സഭയിൽ സംഘർഷമുണ്ടായിരുന്നു. പ്രതിപക്ഷാംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ നീക്കം നടന്നിരുന്നു. പാർലമെന്ററി സമിതിക്ക് ഈ കാര്യം വിട്ടിട്ടുണ്ട്. പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിൽ JPC റിപ്പോർട്ട് സമർപ്പിച്ചേക്കും ഈ ബില്ലിനെ കുറിച്ചുള്ളത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും അംഗങ്ങൾ ചേർന്നതായിട്ടാണ് JPCയുടെ നിർദ്ദേശങ്ങൾക്ക് ഉപദേശക സ്വഭാവമുള്ളതിനാൽ തന്നെ അവ പാലിക്കണമെന്ന് നിബന്ധനയില്ല എന്നതും ബില്ലിന്റെ ഭാവിയെ നിശ്ചയിക്കും.